ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നല്ലൊരു അടിപൊളി ബ്രെഡ് കൊണ്ടുള്ളൊരു മുട്ട പപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബ്രെഡ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മുട്ട പഫ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ബ്രെഡൊന്ന് നല്ല രീതിയിലൊന്ന് ആവി വേവിച്ചെടുക്കണം. മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അടിഭാഗമൊക്കെ ഒന്ന് ആവി ഇതാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പഫ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ബ്രെഡ് ഇതുപോലെ ഒന്ന് ആവി കൊള്ളിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡൊക്കെ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരാം. പിന്നെ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്താം. അപ്പോൾ പുഴുങ്ങിയ മുട്ട ഞാനിവിടെ തൊലി കളഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 അല്ലെങ്കിൽ 4 കട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ കട്ട് ചെയ്യുക. ഞാനിവിടെ 2 ഭാഗമായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഒരു പാത്രം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ടതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, അതുപോലെ ഒരു 4-5 കുരുമുളക്, വെളുത്തുള്ളി എന്നിവ ചതച്ചതാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ടെടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇന്ന് ഞാൻ സവാളയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാലകളൊക്കെ സവാളയിലൊക്കെ നല്ല രീതിയിലൊന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം നന്നായിട്ട് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. അപ്പോൾ ഞാനൊരു 4 ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ 4 വശവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്നായി ഒന്ന് കട്ട് ചെയ്യണമെന്നില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഒരു കോയിൽ ഉപയോഗിച്ച് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇതിലേക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു പകുതി മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ കുറച്ച് മൈദ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. അതല്ലാണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. വെള്ളം നനച്ച് നമ്മളിതൊന്ന് കൂട്ടി കൊടുക്കാം. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ലേശം മൈദയോടുകൂടാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. അപ്പോൾ 2 ഭാഗം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഒന്നും കൂടെ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഫില്ലിങ്സ് വെച്ചതിന് ശേഷം ഒരു കഷ്ണം മുട്ടയും ചേർത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കൂടുതൽ വെണ്ണ ഒഴിച്ച് അതിലേക്ക് പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ഈസിയുള്ളൊരു ബ്രെഡ് പഫ്സിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ
ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മളിതെല്ലാം ഇതുപോലെ എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഇതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതും അതുപോലെ ഞാൻ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഇതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതും ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ മുഴുവനായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.